എൻ്റെ അടുക്കൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ചോദിക്കും കേട്ടോ, ഈ പഴയ ക്രാഫ്റ്റുകളൊക്കെ ചെയ്ത് വീട്ടിൽ വെക്കാൻ ഇടയില്ലാതാവുമ്പോൾ എന്താ ചെയ്യുക, അത് കളയുമോ, എന്താ ചെയ്യുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനവും കളയാൻ തോന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ചില സാധനങ്ങളോടൊക്കെ നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. ചില സമയങ്ങളിൽ ചെയ്ത സാധനങ്ങളോടൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ. ഈ ഒരു സ്പൈറൽ റോസ് ഫ്ലവർ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം, അത്ര സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് ഞാൻ കുറേ അധികം ഉണ്ടാക്കിയിട്ട് ഒരു വോൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജാൻ ബേബിയെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ. അന്ന് ആ ടൈമിൽ ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ടച്ചിനിരുന്ന് ചെയ്തു കേട്ടോ. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ ഒരു വോൾ ഡെക്കറിനോട് ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ്. ചിലപ്പോൾ ആ ഒരു ടൈമിൽ ചെയ്തത് കൊണ്ടായിരിക്കാം. ഈ ഒരു ഫ്ലവർ ഇതേപോലെ 3-4 ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ബേബി ബ്രീത്തിലും ബൊക്കെ റാപ്പറിലും ഒക്കെ അറേഞ്ച് ചെയ്ത വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പം ഞാനതിനെല്ലാം ഉണ്ടാക്കിയത് ഞാൻ എൻ്റെ ഈ ഒരു വോൾ ഡെക്കറിൽ 2-3 പൂ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റും കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞത്. കണ്ടോ, 2016 എടുത്ത ഫോട്ടോയാണ് ഈ കാണുന്നത്. ഹനാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.